ഹേയ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നൊരു ഗ്രോസറി ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ഒരു വീക്ക്ലി ഷോപ്പിംഗ് ഡേയിൽ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതെന്നൊക്കെയാണ് ഈ ഒരു വ്ളോഗിലുള്ളത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗ് എടുത്തിട്ടില്ല. എനിക്ക് ചെറിയൊരു സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്. അത് ഈ ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് ചെറിയൊരു മടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാനങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ വീക്കും നമ്മൾ ഷോപ്പിങ്ങിന് പോവാറുണ്ട്, ഗ്രോസറി ഷോപ്പിങ്ങിന്. പക്ഷേ എല്ലാ വീക്കും നമ്മൾ ഒരുപോലെയല്ല സാധനങ്ങൾ വാങ്ങിക്കുന്നത്. നമുക്ക് ഒരു വീക്ക് തന്നെ ഓരോ സാധനങ്ങൾ കഴിച്ചാൽ പിന്നെ നെക്സ്റ്റ് വീക്ക് നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാനാവുമല്ലോ തോന്നാം. ചില വീക്സ് ഞങ്ങൾ വെറും വെജിറ്റബിൾസും അതുപോലെ തന്നെ ഇതുപോലത്തെ ചീര ഐറ്റംസൊക്കെ ആയിരിക്കും. എന്നാൽ ചില വീക്സ് ഫിഷും മീറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകും. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അത് എൻ്റെ മൂഡിനനുസരിച്ചിട്ടിരിക്കും എന്തൊക്കെയാണ് കുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ചിലപ്പോൾ എനിക്ക് മന്തിയൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനപ്പോൾ സ്പോട്ടിൽ വെച്ചിട്ട് മന്തി ഉണ്ടാക്കും. ചിക്കനൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ, അല്ല നോർമൽ ഫുഡ് അങ്ങനെ എന്തെങ്കിലും, ചിലപ്പോൾ മൂഡില്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളത് വെച്ചിട്ട് തട്ടിക്കൂട്ടി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാറാണ് പതിവ്. പിന്നെ ഫ്രൂട്ട്സ് നമ്മൾ വാങ്ങിക്കുന്നത്, ഫ്രൂട്ട്സ് ഇപ്പോൾ സ്ട്രോബെറി സീസൺ ആണല്ലോ ഇപ്പോൾ. അപ്പോൾ സ്ട്രോബെറീസ് നമ്മൾ ഒരുപാട് വാങ്ങിക്കാറുണ്ട്. ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. മോന് അത്രയ്ക്ക് ഇഷ്ടമില്ല, ഹസ്ബൻഡും കഴിക്കാറുണ്ട്. പിന്നെ നമ്മൾ സാമ്പാർ കിറ്റ് എടുത്തിട്ടുണ്ട്. സാമ്പാർ കിറ്റ് ഈ ഒരു ഷോപ്പിൽ സാമ്പാർ കിറ്റിന് ചെറിയ ഓഫറൊക്കെ അവർ ഇടാറുണ്ട്. ചില ഷോപ്പിൽ അധികം റേറ്റ് കൂടുതലായിരിക്കും. ഞങ്ങളീ പോയ സൂപ്പർ മാർക്കറ്റ് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഇവിടത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 മണി വരെ ടൈം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളാണ് ആ ഒരു കാര്യം. കാരണം നമ്മുടെ ടൈമിംഗ് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് ആണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ പോയത് ഫിഷിൻ്റെ കൗണ്ടറിലോട്ടാണ്. പക്ഷേ നമ്മൾ ചെന്ന സമയത്തേക്കും അവർ കട്ടിങ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലീനിങ്ങും അവർ ചെയ്തു തരുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ പ്രൗൺസ് വാങ്ങാമെന്ന് വിചാരിച്ചു. പ്രൗൺസ് ആകുമ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ പോയിട്ട് ക്ലീൻ ചെയ്യണമല്ലോ. പിന്നെ നമ്മൾ അയില മേടിച്ചിട്ടുണ്ടായിരുന്നു. അയില പിന്നെയും കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നുന്നു എനിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ 2-3 പീസസ് ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കത് തന്നെ ഒരുപാട് ദിവസത്തിനുണ്ടാകും. അപ്പോൾ കുറച്ച് വലിയ അയിലയായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കൗണ്ടർ എന്ന് പറയുന്നത് ഫ്ലോറിൻ്റെ കൗണ്ടറാണ്. ഞാൻ കുറച്ച് അരിപ്പൊടി അതുപോലെ തന്നെ റവ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീറ്റ് ഫ്ലോർ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചപ്പാത്തി ഇവിടെ നോർമലി നമ്മൾ കുക്ക് ചെയ്യാറില്ല, നമ്മൾ പുറത്തുനിന്ന് മേടിക്കാറായിരുന്നു പതിവ്. അപ്പോൾ എനിക്ക് തോന്നി ചപ്പാത്തി ഇനി മുതൽ ചപ്പാത്തി കഴിച്ച് തുടങ്ങാം രാത്രി എന്ന് എനിക്കിങ്ങനെ തോന്നിയപ്പോൾ എടുത്തതാണ്. പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കൽ കുറച്ച് റിസ്ക് ആണല്ലോ. ദോശയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടാണ് ഫീൽ ചെയ്യാറ്. പക്ഷേ ചപ്പാത്തി എനിക്ക് കുറച്ച് റിസ്ക് ആണ്. അപ്പോൾ ഞാൻ ഇതുവരെ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ആ തീരുമാനം മാറ്റി. ചപ്പാത്തി ആട്ടപ്പൊടി കണ്ടപ്പോൾ അത് എടുക്കുക ചെയ്തത്. ഞാൻ അത്രയ്ക്ക് ചപ്പാത്തി ലവർ അല്ല. എനിക്ക് ചപ്പാത്തി നല്ല കറി, നല്ല ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. അല്ല നോർമൽ കറീസ്, കടലക്കറി അങ്ങനത്തെ സംഭവം ഒന്നുണ്ടെങ്കിലൊന്നും ഞാൻ കഴിക്കില്ല. എനിക്കിഷ്ടമല്ല ചപ്പാത്തി. പക്ഷെ എന്നാലും ഞാൻ കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മൾ കേക്കിൻ്റെ ഏരിയയിലോട്ടാണ് പോയത്. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ചെറിയൊരു സ്നാക്സ് പോലെ ചെറിയൊരു കേക്കിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് കേക്കായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫുഡിൻ്റെ ഏരിയയിലോട്ട് നമ്മൾ പോകും. ഫുഡൊന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വരും. ഇന്ന് നമുക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയ സമയത്ത് 6 റിയാലിനെങ്ങാണ്ട് അൽഫാമിൻ്റെ പീസൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളത് മേടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നോർമലി ചിലപ്പോൾ മേടിക്കുന്ന സമയത്ത് നമുക്കിവിടുത്തെ അൽഫാം നാട്ടിലൊരു ഫ്ലേവർ കിട്ടാറില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ മേടിക്കാറില്ല. പക്ഷേ അന്ന് മേടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ സെയിം സംഭവം ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണ പലഹാരങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാറുണ്ട്. രാത്രി ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനത്തെ ചെറിയ സ്നാക്സ് പോലെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് പോരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫുഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കും. ഫുഡ് കഴിച്ചിട്ടില്ല, നമ്മൾ ഫുഡ് വീട്ടിലൊന്നും കുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫുഡ് അവിടെ ഉണ്ടോ നോക്കിയിട്ട് ചിലപ്പോൾ കഴിച്ചിട്ട് പോരും. ചില സമയത്തൊക്കെ ഇവിടുന്ന് കഴിക്കാറുണ്ട്. ചില സമയത്ത് ഒട്ടും കൊള്ളില്ല ഫുഡൊന്നും. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ ടൈമിന് പോകുന്നതുകൊണ്ടാണ്. ആ ഒരു ചൂടോടെ നമ്മൾ കഴിക്കുന്നതിന് ടേസ്റ്റ് നമ്മൾ ചൂടറിയാലത് കിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് പഞ്ചസാര മേടിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ അരിയും മേടിക്കാനുണ്ടായിരുന്നു. അരി നമ്മളിത് തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്നും വാങ്ങുന്ന ആ ഒരു സെയിം അരി ഇന്നവിടെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മട്ടരിയാണ് എടുത്തത്. നോർമലി നമ്മൾ മട്ട എടുക്കാറില്ല. മട്ട വേവാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമ്മൾ മട്ട എടുക്കാറില്ല. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന പാടെ ഈ സംഭവം എല്ലാം ഫ്രിഡ്ജിലോട്ടും എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് എനിക്ക് നിർബന്ധമാണ് കേട്ടോ. ഞാനത് എപ്പോഴും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ അത് ചെയ്യത്തില്ല. പിന്നെ അത് അവിടെ എങ്ങനെയൊക്കെ കിടക്കും. പിന്നെ നമുക്ക് ഫിഷൊക്കെ ആകുമ്പോൾ എന്തായാലും നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണമല്ലോ. അങ്ങനെ ഓരോ സാധനങ്ങളും ഞാനിങ്ങനെ അൺപാക്ക് ചെയ്തിട്ട് അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്.
ഫിഷ്, തേങ്ങ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഫ്രീസറിൽ വെക്കേണ്ടി വരും. പിന്നെ ബാക്കിയുള്ള ചില പച്ചക്കറികൾ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഞാൻ അധികവും ഫ്രീസറിൽ വെക്കാറില്ല. അതുപോലെ തന്നെ മുട്ടയും വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുട്ട ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്താണ് കേട്ടോ വെക്കുന്നത്. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് പുറത്താണ് വെക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചസാര നമ്മൾ വലിയ പാക്കായിരുന്നു വാങ്ങുന്നത്. ഇത് മുഴുവൻ നമ്മൾ ഇത്രയും ടൈം കൊണ്ട് കഴിച്ച് തീർത്തല്ലോ എന്നൊരു റിഗ്രറ്റ് കാരണം നമ്മളിന്ന് ചെറിയൊരു പാക്കാണ് വാങ്ങിയിട്ടുള്ളത്. അത് എത്ര ദിവസം പോകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മേടിച്ചത്. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര അളവിൽ പഞ്ചസാര നമ്മൾ കഴിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ കണക്ക് നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഉള്ളി, അതുപോലെ തന്നെ പൊട്ടാറ്റോ, പിന്നെ ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരി സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ.